കാവിൽ നഗർ റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് നൽകിവരുന്ന വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പഠനോപകരണങ്ങൾ ഉൾപ്പെടുന്ന കിറ്റ് വിതരണവും ഈ വർഷവും വലിയശാല സമാജം ഹാളിൽ വച്ച് നടത്തുകയുണ്ടായി. ഇത്തവണത്തെ അവാർഡ് വിതരണം നിർവഹിച്ചത് സിന്ധു BS, ഹെഡ്മിസ്ട്രസ്, ഗവൺമെന്റ് മോഡൽ HSS വലിയശാല. പഠനോപകരണ കിറ്റ് വിതരണം നിർവഹിച്ചത് വാർഡ് കൗൺസിലർ ശ്രീമതി VS സൂര്യയും ആയിരുന്നു. പ്രസ്തുത ചടങ്ങിൽ വച്ച് B. വിനോദ് കുമാർ CA ഓഫ് പോലീസ് തമ്പാനൂർ അവർകളെ ആദരിക്കുകയും ഉണ്ടായി. നിങ്ങൾക്ക് ഉപകാരപ്രദമായ, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികൾക്ക് ഭാവിയിൽ നിങ്ങൾ അവലംബിക്കേണ്ട വിദ്യാഭ്യാസ സംബന്ധമായ ഒരു കൃത്യമായ ഉപദേശം മാഡത്തിൽ നിന്നും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാം, വിദ്യാഭ്യാസ മേഖല കേരളം എടുത്താലും ഇന്ത്യ എടുത്താലും വളരെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളവും ഇന്ത്യയുമൊക്കെ കടന്നു പോകുന്നത്. 1996 നിലകൊണ്ട അല്ലെങ്കിൽ സ്ഥാപിതമായ ഒരു റെസിഡൻസ് അസോസിയേഷനാണ് കാവിൽ നഗർ റെസിഡൻസ് അസോസിയേഷൻ. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്ക് ഒരു തടസ്സം വന്നത് ഏതാണ്ട് ഒരു 26 മാസം, അതായത് കോവിഡ് ടൈമിനാണ് നമുക്ക് പ്രൈസൊന്നും കൊടുക്കാൻ പറ്റാതെ പോയത്. അല്ലാതെ എല്ലാ കൊല്ലങ്ങളും നടത്തുന്നുണ്ട്. കൂടാതെ ഇത്തവണയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നാൽ, കഴിഞ്ഞ തവണ നമ്മൾ പഠനോപകരണങ്ങളൊക്കെ വളരെ ചെറിയ തോതിലാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ വളരെ വിപുലമായ രീതിയിൽ ഏതാണ്ട് 108 വിദ്യാർത്ഥിനികൾക്ക് നമ്മുടെ ഇന്ന് പഠനോപകരണ കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം അത് കൊടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയ നമ്മുടെ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായ ശ്രീ KV വിജയേന്ദ്രൻ നായരാണ്. അദ്ദേഹം ഒരു സ്പോൺസറെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു സത്കർമ്മം നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുകയാണ്. ശരിക്കും ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം 200ഓളം കുടുംബങ്ങൾ ഈ അസോസിയേഷനിലുണ്ടെന്നറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ചെന്ന് പരിചയപ്പെടാനും അവരവരുടെ കാര്യങ്ങൾ പറയാനും സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെ ഈയൊരു വേദി ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കുടുംബസംഗമമാണെങ്കിലും നമുക്ക് ഇവിടെ ഹൈലൈറ്റായി നിൽക്കുന്നത് കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അപ്പോൾ വിദ്യാർത്ഥികളോട് 2 വാക്ക് പറയാതെ നമുക്ക് പോകാൻ പറ്റില്ല. മൊബൈലിൽ റീൽസ് കാണുന്നത്, റീൽസ് എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവരും ചെയ്യാറുമൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണാനും ഇഷ്ടമാണ്. പക്ഷേ റീൽസ് കാണുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിൻ്റെ ശേഷി കുറഞ്ഞു വരുന്നെന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഒരു റീൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മിനിറ്റായിരിക്കും ഉണ്ടായിരിക്കാം. അത് കണ്ടുടനെ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു, അത് കണ്ട് അടുത്തതിലോട്ട് പോകുന്നു. അപ്പം നമ്മുടെ ബ്രെയിനിന് ഇത്രയും സ്പീഡിൽ ഇതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ അതവിടെ മരവിക്കും. അതുകൊണ്ട് ഈ റീൽസ് കാണുന്നത് ഒഴിവാക്കാൻ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അപ്പം നിങ്ങളും നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനായിട്ട് നോക്കുക. നമുക്കറിയാം, നമ്മളിന്നിവിടെ ഇരിക്കുന്നത് ഉന്നത വിജയം നേടിയ നമ്മുടെ KNR ഫാമിലിയിലെ എല്ലാ കുട്ടികളെയും ആദരിക്കുന്ന ചടങ്ങാണ്. അതുപോലെ തന്നെ പഠനോപകരണ വിതരണവും ആണ്. KNR എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ ഫാമിലി കൂടെയാണ്, കാരണം അതിലെ ഒരു അംഗമാണ് ഞാൻ. ഈ അനുമോദനം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ചവിട്ടുപടി കൂടെയാണ്, അതൊരു പ്രചോദനം കൂടെയാണ്. അത് നിങ്ങൾക്കുള്ള അവാർഡ് മാത്രമല്ല, നിങ്ങളുടെ രക്ഷിതാക്കൾക്കും കൂടെ ഉള്ളതാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് സാറ് കൂടുതൽ പറയും. എന്നാലും നമ്മൾ അതിന് ബോധവാന്മാരായിരിക്കണം. എന്ത് കണ്ടാലും നമ്മൾ ഉടനെ പോലീസിൽ അറിയിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിലെല്ലാവരും പങ്കാളികളാകണം. ഓപ്പറേഷൻ തൂഫാൻ വഴി നമുക്ക് ഒത്തിരി നിയമവിരുദ്ധമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കിപ്പോൾ വിദ്യാഭ്യാസ അവാർഡ് നൽകുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്, രക്ഷകർത്താക്കൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ജയിക്കാനും 100-ൽ 100 മാർക്ക് മേടിക്കാനും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാര്യം നമ്മൾ ജയിക്കാൻ പഠിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ ടെൻഷൻ ഭയങ്കരമാണ്. അവർക്ക് 100-ൽ 1 മാർക്ക് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കാലത്തിലേക്ക് കാലം പോയിരിക്കുക. അത് ശരിയല്ല. ജയിക്കാൻ ആരെക്കൊണ്ടും പറ്റും, തോൽക്കാൻ വലിയ പാടാണ് എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. കാരണം ജയിച്ച് നല്ല മാർക്ക് മേടിക്കാൻ ഒരു സ്റ്റുഡിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓർമ്മശക്തി കൂടുതലുള്ള ഒരു കുട്ടിയെ കൊണ്ട് ഈസി ആയിട്ട് പറ്റും.
തത്തമ്മേ പൂച്ച പൂച്ചയെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു തോൽവി ഉണ്ടായി അതിനെങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുന്നുള്ള കുട്ടികൾക്കാണ് ശരിക്കും നമ്മളുടെ ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. തുടർന്ന് കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം നടക്കുകയുണ്ടായി. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.